ഇപ്പോ ഉദയംപേര് സൂനകദോസിന് മുമ്പ് സിറിയൻ സഭയിൽ എല്ലാ വൈദികരും കല്യാണം കഴിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അതെ, സുറിയാനി സഭയിൽ. ഉദയംപേര് സൂനകദോസിന് ശേഷമാണ് ബ്രഹ്മചര്യവേദം കത്തോലിക്ക ഇവിടെ കേരളത്തിൽ സുറിയാനി സഭയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ട് അത്തരത്തിലുള്ള വിചിന്തനം ഇനിയും നടത്തിക്കൂടാ? വൈദികർക്ക് അത്തരത്തിലുള്ള ചർച്ചകള് അകത്ത് നടക്കുന്നുണ്ടോ? ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ ഓരോ കാലഘട്ടത്തിലും കാരണം ഈ ബ്രഹ്മചര്യമാണ് പ്രത്യേകിച്ച് ഈ സഭയുടെ ഈ പുറമേ കാണുന്ന സഭയുടെ വളർച്ച, കെട്ടിടങ്ങളിലും കമ്പിയിലും സിമന്റിലുമുള്ള വളർച്ചയുടെ അടിസ്ഥാനം ഞങ്ങളുടെ പൗരോഹിത്യം. ഞങ്ങൾക്ക് വേറൊരു പണിയില്ല. പിന്നെ ഒരു വൈദികനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവൻ 24 മണിക്കൂറും ഈ കെട്ടിടം ഉണ്ടാക്കുന്നതിലും ഈ പ്രസ്ഥാനം പണിതു ഉയർത്തുന്നതിലും ഇവര് 100% ശ്രദ്ധിക്കും. ഭാര്യ മക്കളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വളർച്ച ഉണ്ടാവില്ല. അപ്പൊ സഭയുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ബ്രഹ്മചര്യമാണ്. അപ്പൊ അത് ഒരു കാരണവശാലും സഭ പുരോഹിതരൊക്കെ കോൺട്രാക്ടർമാരാന്ന് നിങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ മൂഴിക്കുളത്തുള്ള ഒരു പള്ളി, വളരെ പുരാതനമായ പള്ളി. അവിടുത്തെ പ്രധാനപ്പെട്ട ഹൈന്ദവരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് അത് പൊളിച്ചു കളയാൻ പാടില്ല എന്ന് അവരാണ് മെത്രാനോട് അടുത്ത് വന്ന് സംസാരിക്കാൻ എഴുത്തുകയും ചെയ്തത്. അത്ര ഗംഭീരമായ അത്രയും പഴക്കമുള്ള പള്ളി അത് പൊളിച്ചു കളഞ്ഞ് പുതിയ പണിത് വെച്ചിരിക്കുക. ഇതിനെങ്ങനെ മനുഷ്യർ തയ്യാറാവുന്നത്? നമ്മൾ ഈ ഓർത്തഡോക്സ് യാക്കോബായ പള്ളികൾ നിങ്ങൾ ചെന്ന് നോക്കിക്കോ, ഭയങ്കര പൗരാണികതയുണ്ട്. അവർ തൊടാറില്ല, കാരണം ഇവർക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. ഇവർക്ക് ഒരുപാട് പണികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സിമന്റിന്റെ കമ്പിയുടെ പിന്നാലെയുള്ള നടത്തി ഈ അച്ഛന്മാർക്ക് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് മനസ്സിലാ ഒരു കാര്യം ആലോചിക്കണം. ഏത് മനുഷ്യനും ജീവിതത്തിന്റെ അവസാനം ഞാൻ എന്തുണ്ടാക്കി എന്നുള്ള ചോദ്യം ചോദിക്കും. ഇവർ വനിലേക്കാണെങ്കിൽ 2 കുട്ടികളുണ്ട്. ഞങ്ങൾ എന്തുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കാം. ഈ കമ്പിയിലും സിമന്റിലും ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമല്ലാതെ ഒരു വൈദികന് അവൻ ആത്മസംതൃപ്തി കൊടുക്കുന്ന എന്തുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് കംപ്ലീറ്റ് അടിച്ചു പോകും ഈ ചെമ്പരത്തി പൂ വെച്ചിടുന്നത്. അപ്പൊ അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്നാണ് ഓരോ പുരോഹിതന്റെ താല്പര്യം. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ മാറ്റം പള്ളിക്കകത്ത് ഉണ്ടാവുന്നതാണ് പൊതുസമൂഹത്തിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പള്ളികളിങ്ങനെ അത് ഓരോരുത്തരും ആലോചിക്കട്ടെ.